ആ വെള്ളപ്പാണ്ട് രോഗം പിടിച്ച പെൺകുട്ടികളുടെ മാതാവിനെ മാറ്റി നിർത്തിയിട്ടാണ് ഫിറോൻ രണ്ടാമത്തെ കല്യാണം കഴിക്കുന്നത്. ലോക ചരിത്രത്തിലെ ഏറ്റവും നല്ല പെൺകുട്ടി മഹദി ആസിയ ബീബി. പക്ഷെ ആസിയ ബീബി റളിയല്ലാഹു അൻഹയെ ഫിറോൻ കല്യാണം കഴിച്ചു എന്നല്ലാതെ ആസിയ ബീബിയെ തൊടാൻ പോലും ഫിറോന് പറ്റിയിട്ടില്ല. അത് വേറൊരു ചരിത്രമാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ഈ കഥയുടെ അവസാനം നമുക്ക് മനസ്സിലാവും. അപ്പൊ ആസിയ ബീബിയെ ഫിറോൻ തൊടാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഭാര്യയാണ്, ഭയങ്കര സ്നേഹമാണ്. എന്തുകൊണ്ട് ആസിയ ബീബി അവിടെ അള്ളാഹു അദ്ദേഹത്തിന്റെ ഭാര്യയാക്കിയാണ് കൊണ്ടുവച്ചു ഫിറോന്റെ ഭാര്യയായിട്ട്? അവിടെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വളരാനുള്ള ഒരു ചാൻസിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫിറോനിന്റെ 7 പെൺകുട്ടികളുടെ വെള്ളപ്പാണ്ടി രോഗം മാറ്റാൻ പല ചികിത്സയും നടത്തിയ ഫിറോൻ അവസാനം ഗതികെട്ട് കുത്തിയിരിക്കുമ്പോഴാണ് മലക്കിനെ അള്ളാഹു പ്രത്യക്ഷപ്പെടുത്തുന്നത്. ആ മലക്കിന്റെ ഉപദേശപ്രകാരമാണ് ഫിറോൻ നൈൽ നദിയിൽ നിന്ന് ഒരു തോട് വെട്ടിയിട്ട് തന്റെ കൊട്ടാരത്തെ വലം വെച്ചുകൊണ്ട് തിരിച്ച് നൈൽ നദിയിലേക്ക് പോകുന്ന രൂപത്തിൽ അതിൽ 40 ദിവസം നീന്തി കുളിച്ചാൽ മുങ്ങിക്കുളിച്ചാൽ കുട്ടികളുടെ രോഗം പോകും എന്നാണ് മലക്ക് മനുഷ്യകോലത്തിൽ വന്നിട്ട് ഫിറോനോട് പറഞ്ഞത്. ആ രൂപത്തിൽ നൈൽ നദിയിൽ നിന്ന് ഒരു കനാൽ വെട്ടിയിട്ട് ആ വെള്ളം കണ്ട് കയറ്റി വിട്ടിട്ട് തിരിച്ച് നൈൽ നദിയിലേക്ക് പോകുന്ന രൂപത്തിൽ ഫിറോന്റെ കൊട്ടാരത്തെ വലം വെച്ചുകൊണ്ട് പോകുന്ന രൂപത്തിൽ ആ കനാൽ ഉണ്ടാക്കി. കനാൽ അല്ലെങ്കിൽ തോട് എന്നൊക്കെ പറയും, അതുണ്ടാക്കി. എന്നിട്ട് അതിന്റെ ടേണിങ്ങിൽ ഒരു ചെറിയ പൂന്തോട്ടമുണ്ട്. അവിടെ ഒരു പാറക്കല്ലും ചെരിഞ്ഞ മരമുണ്ട്. അതൊക്കെ പണ്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇതൊരു ആമുഖം എന്ന രീതിയിൽ പറയാം. അപ്പോ ആ കല്ലിന്റെ മേലെ ഫിറോൻ ഇരിക്കും, മരത്തിൽ ചാരിയിട്ട് ആസിയ ബീബി ഇരിക്കും. അങ്ങനെ അവരിരുന്നു. കുട്ടികളാണെങ്കിൽ 39 ദിവസം കുളിച്ചു ഫിറോന്റെ മക്കള്. വെള്ളപ്പാണ്ട് പോണില്ല. ഉള്ള ചളി മണ്ണൊക്കെ പോയിട്ട് നല്ലോണം വെള്ളം കണ്ടു എന്നല്ലാണ്ട് ഇത് പോയില്ല എന്നാണ്. അവസാനം മക്കൾ ഉപ്പാനോട് പരാതി പറഞ്ഞു, ഞങ്ങൾ 40-ാമത്തെ ദിവസം കുളിക്കൂല. അപ്പൊ ഫിറോൻ പറഞ്ഞൊരു വാക്കുണ്ട്, മക്കളെ ഒരു ദിവസം കൂടി ബാക്കിയുള്ളൂ, നിങ്ങളൊന്ന് കുളിച്ചോളൂ. മാറിയിട്ടില്ലെങ്കിൽ ആ വെള്ളത്തിന് കുളിച്ചാൽ മാറും എന്ന് നമ്മളോട് പറഞ്ഞ ആ വൈദ്യരെ പിടിച്ച് റൂമിൽ വിട്ടിട്ടുണ്ട്. അയാളെ മയ്യത്ത് കൂടി അതിൻ്റെ അകത്ത് കുളിപ്പിക്കാം. അപ്പോഴാണ് കുട്ടികൾക്ക് സമാധാനം. ഇത് വേറെയൊക്കെ തല്ലിട്ടെന്നാണ് നമുക്ക് നല്ല റാത്താണല്ല. അപ്പൊ ആ രൂപത്തിൽ കുട്ടികൾ കുളിക്കാൻ തീരുമാനിച്ച് 40-ാമത്തെ ദിവസം കുളിക്കാൻ പോകുമ്പോൾ രണ്ടാം ഭാര്യ ആസിയ ബീബിയോട് ഫിറോൻ പറഞ്ഞു, വാ നമുക്ക് ആ പൂന്തോട്ടത്തിൽ ഒന്ന് പോയിരിക്കാം, മക്കളെ കുളിയൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ ആസിയ ബീബിയും ഫിറോനും, ആസിയ ബീബി ആ മരത്തിന് ചാരിയിരിക്കുന്നു, ഫിറോനെ കല്ലിലിരിക്കുന്നു. മക്കളാണെങ്കിലോ അവരാണെങ്കിൽ 40-ാമത്തെ ദിവസത്തെ കുളിയാണ്. അടിച്ചു പൊളിച്ച് കുളിക്കാണ്. ഈ തോട്ടിൽ നിന്ന് വല്ലാത്ത കുളിയാണ് നീന്തി കുളിക്കാൻ. നീന്തി തുടിക്കുന്ന സമയത്തിൽ ഒരു പെട്ടി നീല വരുന്നുണ്ടായി തന്നിൽ നേരെ അവർ ചെന്നു അജാലെ അടുത്തെത്തി വാരിയെടുക്കുന്നു അത് ചേരി. നീന്തി തുടിക്കുന്ന സമയത്തിൽ ഒരു പെട്ടി നീല വരുന്നുണ്ട് നയിൽ തന്നിൽ നേരെ അവർ ചെന്നു അജാലെ അടുത്തെത്തി വാരിയെടുക്കുന്നു അത് ചേരി. പെട്ടി തുറന്നിട്ട് അതിനുള്ളിൽ അവർ നോക്കി പുട്ടിൻ കമലി പോലൊരു മോനം ചിട്ടയിലെടുത്തുകൊണ്ട് അവർ കൊണ്ട് കിടത്തുന്നു പട്ടാലൊരുക്കിയൊരിടം തന്നിൽ. പെട്ടി തുറന്നിട്ട് അതിനുള്ളിൽ അവർ നോക്കി പുട്ടിൻ കമലി പോലൊരു മോനം ചിട്ടയിലെടുത്തുകൊണ്ട് അവർ കൊണ്ട് കിടത്തുന്നു പട്ടാലൊരുക്കിയൊരിടം തന്നിൽ. സുഖദുഃഖമറിഞ്ഞോനെ സുമത്തിൽ തേൻ നിറച്ചോനെ സുരഗംഗ തീർത്ത പെരിയോനെ. അല്ലാഹുവല്ലാതാരുമില്ല ആരാധനക്കർഹൻ നീയല്ലാതൊരിലാഹില സകലമറിയുന്നു സകലമറിയുന്നു. അല്ലാഹുവല്ലാതാരുമില്ല ആരാധനക്കർഹൻ നീയല്ലാതൊരിലാഹില സകലമറിയുന്നു സകലമറിയുന്നു. അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്.